എനിക്ക് തോന്നുന്നില്ല വരുന്നു. വരാതിരിക്കില്ല, അവള് ഗുരുത്തുള്ളോളാ. തിരക്കിനിടയിൽ ഇത്രയും ദൂരം വരുമെന്ന എന്റെ സംശയം. ഇത് അവളായിരിക്കും. ഗായത്രിയാ. ഗായത്രി വരുമോന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ മറന്നിട്ടില്ല. എഴുത്തെഴുതുമ്പോ പ്രതീക്ഷിച്ചിരുന്നില്ല താൻ വരുന്നു. സാറിന് എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നു? വിളിച്ചിരുന്നു 1-2 തവണ, കിട്ടിയില്ല. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ. ട്രീറ്റ്മെന്റ് ഒക്കെ ഡയാലിസിസ് വേണമെന്നാണല്ലോ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ കാലത്ത് ഡയാലിസിസ് ഒക്കെ ചെയ്യാനുള്ള ചെലവ് അറിയാലോ. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടില്ല. ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് അറേഞ്ച് ചെയ്യാന്നാ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോഴേ എന്റെ ഒരു ഫ്രണ്ട് സാറിന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഡയാലിസിസ് സെന്ററിന്റെ കാര്യം പറഞ്ഞത്. എവിടെ? ചക്കരക്കല്ലിലോ? അതെ, ചക്കരക്കല്ലിൽ. മൗവഞ്ചേരി സഹകരണ ബാങ്കാ ഈ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത്. ഞാൻ അവിടെ കയറിയിട്ടാ വരുന്നത്. ഓ, അതൊരു നല്ല കാര്യമാണല്ലോ. എന്നെ ആകർഷിച്ച പ്രധാന കാര്യം അവരുടെ ലക്ഷ്യം ലാഭമല്ല എന്നുള്ളതാ. ചികിത്സയ്ക്കും മരുന്നിനും തീരെ കുറഞ്ഞ ചെലവ്, പിന്നെ പരിചയസമ്പന്നരായ ഡോക്ടർമാർ, ആധുനിക സൗകര്യങ്ങൾ. സത്യത്തിൽ സാറ് പറഞ്ഞതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പല കുടുംബങ്ങൾക്കും വലിയൊരു ആശ്വാസം മൗവഞ്ചേരി ബാങ്കിന്റെ ഈ ഡയാലിസിസ് സെന്റർ. ഇത്രയും കേട്ടപ്പോ തന്നെ അസുഖം പകുതി മാറിയ പോലെ. സാറ് ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോളൂ, ഞാനുണ്ട് കൂടെ. എന്താ ഇത്? ഗുരുദക്ഷിണയാണെന്ന് മാത്രം കരുതിയാൽ മതി. ആശ്വാസത്തിന്റെ കൈത്താങ്ങുമായി സഹകരണ ഡയാലിസിസ് സെന്റർ ചക്കരക്കൽ. മൗവഞ്ചേരി സഹകരണ ബാങ്കിന്റെ ഒരു പുതിയ സംരംഭം. ലാഭോന്മുഖമല്ല, സേവനോന്മുഖമായിരിക്കണം ഓരോ സഹകരണ പ്രസ്ഥാനവും. മൗവഞ്ചേരി സഹകരണ റൂറൽ ബാങ്ക് പോലെ.